ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ 13. Jeremiah chapter 13 warns of Judah's impending destruction due to their pride and disobedience, using two powerful object lessons: a ruined linen belt and shattered wine jars. The prophet illustrates how God will strip away the nation's glory and allow them to face the consequences of their unfaithfulness. ദൈവം യിരെമ്യാവിനോട് ഒരു ചണനൂൽ കച്ച വാങ്ങാനും അത് അരയിൽ കെട്ടാനും ആവശ്യപ്പെടുന്നു. ഒരു പ്രത്യേക നിബന്ധന കൊടുക്കുന്നു: അതിനെ വെള്ളത്തിൽ ഇടരുത്. ഒരു അരക്കച്ച മനുഷ്യൻ്റെ ശരീരത്തോടെ ചോർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനതയും യഹൂദന്മാരും തന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിശുദ്ധ ജനതയായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. ചണനൂൽ കച്ച വെള്ളത്തിലിടാതെ ഉപയോഗിക്കുമ്പോൾ അത് കട്ടിയുള്ളതും ശക്തവുമായിരിക്കും. ഇതുപോലെ ഇസ്രായേൽ ജനത എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. വേഴ്സ് 2. ദൈവം പറഞ്ഞതുപോലെ ഒരു മാറ്റവും വരുത്താതെ പ്രവാചകൻ ആ വസ്ത്രം വാങ്ങി അരയിൽ ചുറ്റി. വെള്ളത്തിൽ മുക്കാതെ ഉണങ്ങിയ ആ വസ്ത്രം സൂക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചത് ദൈവവുമായുള്ള ബന്ധത്തിൽ കളങ്കമില്ലാത്ത പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ്. വേഴ്സ് 3 and 4. പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം രണ്ടാമതും സംസാരിക്കുന്നു. താൻ ധരിച്ചിരിക്കുന്ന കച്ചയഴിച്ച് ദൂരെയുള്ള യൂഫ്രട്ടീസ് നദീതീരത്ത് ചെന്ന് ഒരു പാറയുടെ ഇടുക്കിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ ദൈവം അവനോട് കൽപ്പിക്കുന്നു. കച്ച എന്നിവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ യൂദ ജനത്തെയാണ്. യൂഫ്രട്ടീസ് നദി എന്നത് ബാബിലോൺ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. യഹൂദ ജനം ദൈവത്തോട് കാണിച്ച പാപവും അനുസരണക്കേടും നിമിത്തം അവർ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിക്കപ്പെടും എന്നതിൻ്റെ പ്രവചനപരമായ അടയാളമാണിത്. യിരെമ്യാവ് ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ച് വളരെ ദൂരെയുള്ള യൂഫ്രട്ടീസ് നദിയിലേക്ക് യാത്ര ചെയ്തു. വേഴ്സ് 5. In this verse, God commands the prophet Jeremiah to hide a linen waistband or belt in a crevice of the rocks near the Euphrates River. The linen belt represents the nation of Israel and Judah. God intended his people to be tightly bound to him to bring him and praise and glory. Hiding at the river, this symbolizes God allowing his people to be taken far away into the captivity in Babylon because they broke their covenant with him and turned to idol worship. Obedience. The long journey from Jerusalem to the Euphrates River, he faithfully did exactly what God commanded, proving his dedication as a prophet. Verse 6. ബാബിലോണിലെ യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒളിപ്പിച്ചു വെച്ച കച്ച വർഷങ്ങൾക്ക് ശേഷം ചെന്ന് തിരച്ചെടുക്കാൻ ദൈവം യിരെമ്യാവിനോട് ആവശ്യപ്പെടുന്നു. ഇതൊരു ദൈവീക കൽപ്പനയാണ്. വേഴ്സ് 7. കുറേ ദിവസങ്ങൾക്ക് ശേഷം ദൈവം യിരെമ്യാവോട് പാറയിടുക്കിൽ ഒളിച്ചു വെച്ച കച്ച തിരികെ എടുക്കാൻ ആവശ്യപ്പെട്ടു. യിരെമ്യാവ് ചെന്ന് നോക്കിയപ്പോൾ ആ കച്ച പൂർണ്ണമായും ജീർണിച്ച് ഒന്നിനും കൊള്ളാത്തതായി തീർന്നിരുന്നു. ഈ ജീർണിച്ച കച്ച സൂചിപ്പിക്കുന്നത് ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ ആരാധിച്ച യഹൂദ ജനത്തിൻ്റെ അഹങ്കാരത്തെ ദൈവം തകർക്കുമെന്ന് അവർ ആത്മീയമായി ജീർണിച്ചു പോകുമെന്നും ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ഫ്രാന്ത് നദി ബാബിലോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ വിട്ട് സ്വന്തം വഴികളിലൂടെ സഞ്ചരിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന് സംഭവിക്കും. വേഴ്സ് 8 and 9.
യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ജനത്തിൻ്റെ യഹൂദായുടെ അഹങ്കാരത്തെ ദൈവം തകർക്കുമെന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചു. വേഴ്സ് 10. ഇസ്രായേൽ ജനങ്ങളുടെ അനുസരണക്കേട് കാരണം അവർ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യത്തിനനുസരിച്ച് ജീവിച്ചു. അവർ വിഗ്രഹാരാധനയിൽ മുഴുകി ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളുടെ പുറകെ പോവുകയും അവയെ വണങ്ങുകയും ചെയ്തു. ഒരു ബെൽറ്റ് അല്ലെങ്കിൽ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരുടെ പാപങ്ങൾ കാരണം ഈ ബന്ധം വേർപെട്ടു. വേഴ്സ് 11. God explains a symbolic act he commanded the prophet to perform. He compares Israel and Judah to a linen belt intended to cling closely to him. This intimate bond was designed to display his glory, but their stubborn disobedience ruined that relationship. The verse concludes with the heartbreaking reality, but they did not listen. This verse serves as a warning about the consequences of ignoring God, a reminder that our purpose is to glorify Him, which requires a humble and obedient heart. Verse 12. ബൈബിൾ കാലഘട്ടത്തിൽ വീഞ്ഞു സൂക്ഷിക്കാൻ മൃഗങ്ങളുടെ ചർമ്മം കൊണ്ടുണ്ടാക്കിയ തുരുത്തികളോ കളിമൺ പാത്രങ്ങളോ ആണ് ഉപയോഗിച്ചിരുന്നത്. പാത്രങ്ങൾ വീഞ്ഞുകൊണ്ട് നിറയുക എന്നത് സാധാരണയായി സമൃദ്ധിയുടെ അടയാളമാണ്. എന്നാൽ ഇവിടെ സമാധാനത്തിലല്ല, മറിച്ച് ദൈവകോപത്തിൻ്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. പ്രവാചകൻ ഈ സന്ദേശം ജനത്തോട് പറയുമ്പോൾ, തുരുത്തികളിൽ വീഞ്ഞ് നിറയുമെന്ന് ഞങ്ങൾക്കും അറിയില്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. തങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ട് തങ്ങൾക്ക് സമൃദ്ധി മാത്രമേ ഉണ്ടാകൂ എന്ന അഹങ്കാരം അവരുടെ മറുപടിയിൽ കാണാം. അന്ധമായ ആത്മവിശ്വാസം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവർ തള്ളിക്കളഞ്ഞു. ദൈവവചനത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ അർത്ഥം മനസ്സിലാക്കാതെ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം അവർ ശ്രദ്ധിച്ചു. വേഴ്സ് 13. ഇസ്രായേലിലെ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, യെരുശലേമിലെ സർവ്വനിവാസികൾ എന്നിവരെ ദൈവം ലഹരി കൊണ്ട് നിറയ്ക്കുമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ വരുമ്പോൾ ഈ ജനത്തിന് എന്ത് ചെയ്യണം എന്നറിയാതെ പൂർണ്ണമായ ആശയക്കുഴപ്പത്തിലും ഭയത്തിലും അകപ്പെടും. വേഴ്സ് 14. ഇസ്രായേൽ ജനതയുടെ പാപങ്ങളും അനുസരണക്കേടും കാരണം അവർക്ക് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷ ബാബിലോൺ പ്രവാസം പിതാക്കന്മാരെയും മക്കളെയും ഒരുപോലെ തകർക്കും. ജനങ്ങളുടെ വിഗ്രഹാരാധനയും അഹങ്കാര പ്രവൃത്തികളും പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ നിഷേധിച്ചത് മൂലം ദൈവം അവരോട് യാതൊരു വിധത്തിലുള്ള കരുണയോ ദയയോ കാണിക്കാതെ ജനത്തെ ശിക്ഷിക്കും. വേഴ്സ് 15. God tells the people to pay close attention to his message. Then the Lord said to them, "Be humble." The people must stop being proud because God is the one talking. God urges the people to give him honor and change their ways before hard times and exile. Verse 16. ഇവിടെ ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം അത് വരുവാനിരിക്കുന്ന കഷ്ടതകളെയും ദൈവത്തിൻ്റെ ന്യായവിധിയെയും സൂചിപ്പിക്കുന്നു. അഹങ്കാരം വെടഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനം ആണിത്. ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും തകർച്ചകളും സംഭവിക്കുമെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. വേഴ്സ് 17. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അഹങ്കാരത്തിലും ശാഠ്യത്തിലും ഉറച്ചു നിന്ന് ദൈവവചനം കേൾക്കാൻ വിസമ്മതിച്ചു. അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം പ്രവാചകൻ ദൈവസന്നിധിയിൽ കരഞ്ഞു.
ബാബിലോൺ പ്രവാസം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യിരെമ്യാവെ കണ്ണുനീരൊഴുക്കുന്നത്. യിരെമ്യാവിനെ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ സ്വന്തം ആട്ടിൻകൂട്ടം, ദ ലോർഡ്സ് ഫ്ലോക്ക് ആയി കരുതിയിരുന്നത് ഇവർ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടാൻ പോകുന്നു. ഈ ആത്മീയവും ഭൗതികവുമായ തകർച്ചയാണ് പ്രവാചകനെ ആഴത്തിൽ വേദനിപ്പിച്ചു. ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും തള്ളിക്കളയരുത്. വേഴ്സ് 18. ഈ പ്രവചനം യഹൂദയിലെ യെഹോയാഖീൻ രാജാവിനോടും അദ്ദേഹത്തിൻ്റെ അമ്മയായ നെഹുഷ്ട രാജ്ഞിയോടും ഉള്ളതാണ്. ബാബിലോൺ സൈന്യം യെരുശലേം ആക്രമിക്കാൻ വന്ന സമയത്ത് പ്രവാചകൻ ഈ മുന്നറിയിപ്പ് നൽകുന്നു. അഹങ്കാരം ഉപേക്ഷിച്ച് നിങ്ങളെ തന്നെ താഴ്ത്തി ഇരിപ്പീൻ എന്ന് ദൈവം അവരോട് ആവശ്യപ്പെടുന്നു. അവരുടെ പാപങ്ങളും ദൈവത്തോടുള്ള അനുസരണക്കേടും കാരണം അവർ ഉടനെ തന്നെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കപ്പെടും. എത്ര ഉന്നത പദവിയുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. വേഴ്സ് 19. യഹൂദ ജനതയ്ക്ക് നേരെ വരാനിരുന്ന ദൈവകോപത്തെ ഇത് കാണിക്കുന്നു. ജനങ്ങൾ ഭയം കാരണം നഗരവാതിലുകൾ അടച്ചുപൂട്ടും. അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാകയില്ല. ദൈവത്തോട് നിരന്തരം മത്സരിക്കുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്ത യഹൂദ ജനതയെ മുഴുവനും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ പൂർണ്ണമായും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകും. ആരും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഊന്നി പറയുകയാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അനുസരിക്കാതിരുന്നപ്പോൾ പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ ന്യായവിധി നടപ്പിലായി. വേഴ്സ് 20. ഇവിടെ മനോഹരമായ ആട്ടിൻകൂട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് യഹൂദയിലെയും യെരുശലേമിലെയും ദൈവ ജനത്തെയാണ്. ഈ ജനത്തെ പരിപാലിക്കാനും ദൈവ വഴിയിൽ നടത്താനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ എന്നിവരോടാണ് ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്നു, ആ ആട്ടിൻകൂട്ടം എവിടെ? നേതാക്കളുടെ അഹങ്കാരവും ജനങ്ങളുടെ വിഗ്രഹാരാധനയും കാരണം ആ ആട്ടിൻകൂട്ടം മുഴുവൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാനും പ്രവാസത്തിലേക്ക് പോകുവാനും തുടങ്ങിയിരിക്കുന്നു. ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നാം എങ്ങനെ പരിപാലിക്കുന്നു? വേഴ്സ് 21. ദൈവം യഹൂദ ജനത്തിന് വരാൻ പോകുന്ന വലിയ കഷ്ടതയെയും പ്രവാസത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. യഹൂദ ജനം ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ ആരാധിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്തു. ഇതിൻ്റെ ശിക്ഷയായി ശത്രു രാജ്യങ്ങൾ വന്ന് അവരെ കീഴടക്കി. അവിടുത്തെ രാജാക്കന്മാരും ജനങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ബാബിലോൺ തുടങ്ങിയവരുമായി രാഷ്ട്രീയ സഖ്യത ഉണ്ടാക്കി. നമ്മെ സംരക്ഷിക്കുമെന്ന് കരുതുന്ന തെറ്റായ കൂട്ടുകെട്ടുകൾ തന്നെ ഒടുവിൽ നമ്മുടെ നാശത്തിന് കാരണമായി മാറിയേക്കാം. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിലോ താൽക്കാലിക ലൗകിക ശക്തികളിലോ ആശ്രയിക്കുന്നത് ഒടുവിൽ വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് ഈ വചനം നൽകുന്നു. വേഴ്സ് 22. God is warning the people through prophet Jeremiah about an invading army approaching from the north. The people secretly wonder or ask, why have these bad things come over us? They assume they are innocent or unfairly treated by God. Their suffering is the harvest of their own adultery, social injustice, and rebellion against God. Verse 23. ഒരു മൃഗത്തിന് അതിൻ്റെ ജന്മനായുള്ള അടയാളങ്ങൾ മാറ്റാൻ കഴിയാത്തതുപോലെ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് അതിൽ ഉറച്ചു പോകുമ്പോൾ ആ ശീലത്തിൽ നിന്ന് മോചനം നേടാൻ അവന് സാധിക്കില്ല. മനുഷ്യന് തനിയെ മാറ്റാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ മാറ്റാൻ സാധിക്കൂ. വേഴ്സ് 24.
ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലേക്കും പാപവഴികളിലേക്കും തിരിഞ്ഞപ്പോൾ അവർക്ക് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. മരുഭൂമിയിലെ ശക്തമായ കാറ്റിൽ കച്ചി പറന്നു പോകുന്നത് പോലെ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ ശത്രുക്കളുടെ മുന്നിൽ നിൽക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിയുകയില്ല. വേഴ്സ് 25. ഇസ്രായേൽ ജനം തങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ദൈവത്തെയും അവിടുന്ന് നൽകിയ നന്മകളെയും പൂർണ്ണമായി വിസ്മരിച്ചു. ദൈവത്തിന് പകരം അന്യദൈവങ്ങളിലും മനുഷ്യന്റെ സ്വന്തം കബളിപ്പിക്കലിലും വ്യാജമായ കൂത്തുകളിലും അവർ വിശ്വാസം അർപ്പിച്ചു. ദൈവത്തെ മറന്ന് വ്യാജമായ കാര്യങ്ങളിലും പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഒടുവിൽ ലഭിക്കുന്നത് തകർച്ചയും ശിക്ഷയും ആയിരിക്കുമെന്ന് ഈ വാക്യം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വേഴ്സ് 26. അക്കാലത്തെ സംസ്കാരത്തിൽ വസ്ത്രം പൂണ്ട് നടന്നിരുന്ന രീതിയിൽ നിന്നും വസ്ത്രം വലിച്ചു കീറി അവമാനിക്കുന്നത് കടുത്ത അവമാനത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അടയാളമായിരുന്നു. യഹൂദ ജനത ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ സേവിച്ചതിനുള്ള ഫലമായി അവരുടെ രഹസ്യമായ അകൃത്യങ്ങൾ സകലരുടെയും മുൻപിൽ പരസ്യമായി തുറന്ന് കാട്ടപ്പെടും. വേഴ്സ് 27. ദൈവം ഇസ്രായേൽ ജനത്തെയും യെരുശലേമിനെയും തൻ്റെ സ്വന്തം മണവാട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ അവർ സത്യദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഈ ദൈവദ്രോഹത്തെ വ്യഭിചാരം, വേശ്യാവൃത്തി എന്ന കഠിനമായ വാക്കുകളിലൂടെ ഉപമിച്ചിരിക്കുന്നു. അവർ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചു. മതഗർജനം. കുതിരകളുടെ മതപ്പാടോടെ ഉള്ള ഈ ശബ്ദം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് അന്യദൈവങ്ങളോടുള്ള അനിയന്ത്രിതമായ മോഹത്തെയാണ്. വഴിപിഴച്ച കുതിരകളെപ്പോലെ അവർ പാപത്തിന് പിന്നാലെ അത്രമാത്രം ആവേശത്തോടെ പാഞ്ഞുപോയി. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ കുന്നുകളിന്മേലും ഉയർന്ന പ്രദേശങ്ങളിലും ബാൽ തുടങ്ങിയ അന്യദൈവങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിയുകയും അശ്ലീലവും മ്ലേച്ഛവുമായ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി യെരുശലേമിൻ്റെ മേൽ വരാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണിത്. ഹൗ ലോങ് വിൽ യു റിമെയിൻ അൺക്ലീൻ? ദൈവത്തിൻ്റെ ഹൃദയവേദനയാണ് ഈ ചോദ്യത്തിൽ കാണുന്നത്. അവർ എത്രത്തോളം കാലം ഈ അവസ്ഥയിൽ തുടരുമെന്നും എപ്പോഴാണ് അവർ മാനസാന്തരപ്പെടുക എന്നും ദൈവം ചോദിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെടണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറമ്യാ ചാപ്റ്റർ 13 teaches us about the dangers of human pride, the value of staying close to God, and the certainty of judgment when people refuse to listen. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.